പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൃപാസന മാതാവേ, ഞങ്ങളുടെ അപേക്ഷകൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഏകാന്തതയുടെയും ഒറ്റപ്പെടലിൻ്റെയും ഭാരം പേറുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാതാവേ, നീ അവർക്ക് താങ്ങായിരിക്കണമേ, കൂട്ടായിരിക്കണമേ. അമ്മയുടെ മാതൃസാന്നിധ്യം അവരെ എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ മാതാവേ, ആശ്രയവും പിന്തുണയും ആവശ്യമുള്ള ഹൃദയങ്ങളുടെ നേരെ ഞങ്ങളുടെ കരങ്ങൾ നീട്ടണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വിവിധങ്ങളായ രോഗങ്ങളും നേരിടുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ മാധ്യസ്ഥ്യം യാചിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ജീവിത പങ്കാളി എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകണമേ. സമൃദ്ധിയുടെ വാതിലുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. പരിശുദ്ധ മാതാവേ, അമ്മയുടെ ദിവ്യ വെളിച്ചം ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിത ലക്ഷ്യവുമായി ബന്ധപ്പെടുന്ന പാത പിന്തുടരുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ മനുഷ്യരുടെ നന്മയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ മധ്യസ്ഥതയിലും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നതിനുമുള്ള അമ്മയുടെ കഴിവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അമ്മയുടെ മാതൃസ്നേഹം ഞങ്ങളെ വലയം ചെയ്യുകയും എല്ലാവിധ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാത്തരം വെല്ലുവിളികളെയും ധൈര്യപൂർവ്വം നേരിടാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. എളിമയോടെ അമ്മയിൽ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.